ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഒന്നിച്ചിട്ടിട്ടുള്ള നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും ഒരേപോലെ ചോപ്പ് ചെയ്തെടുക്കണം. അത് കനം കുറച്ച് ചോപ്പ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞാലും അവർ ചെയ്യുമ്പം ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഉരുളി ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയിൽ അച്ചാർ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ടൊരു ഫ്ലേവറാണ്. ഇനി നിങ്ങൾക്ക് നല്ലെണ്ണ ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും മതി. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിനകത്തേക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കടുകും ഉലുവയും മൂത്ത് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ഒന്നിച്ചിട്ട് കൊടുക്കണം. എല്ലാം ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം നല്ല സൂപ്പറായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിനകത്ത് വെള്ളം വറ്റുന്നിടം വരെ ഇളക്കി കൊടുക്കണം. നമ്മുടെ ബീട്രൂട്ടിനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ, അഹങ്കാരമൊന്നുമില്ല. പുള്ളിയുടെ കളറ് പുള്ളി എല്ലാവർക്കും അങ്ങ് എന്ന കളറുള്ള സാധനമാണെന്ന് പറഞ്ഞാലും ബീട്രൂട്ടിൻ്റെ കൂടെ ഇട്ട് കഴിയുമ്പം അതിനെ ഒന്ന് മുക്കിയെടുത്ത് തരും കളറിൽ. ഇനി നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആകും. ഇതിനകത്തെ വെള്ളം വറ്റിച്ചെടുക്കണം, എന്നാലേ ബീട്രൂട്ട് അച്ചാർ നമുക്ക് കേടാവാതിരിക്കും. ക്യാരറ്റും കൂടെ ഉണ്ട് കേട്ടോ, രണ്ടിനകത്തേയും കൂടെ വെള്ളമാണ് ഈ ഇറങ്ങിയിരിക്കുന്നത്, ഒട്ടും വെള്ളം ചേർത്തതല്ല. ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ സൈഡിലേക്ക് വെച്ചിട്ട് എണ്ണയ്ക്കകത്തേക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. കറക്റ്റ് അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് നോക്കി മനസ്സിലാക്കണേ. ആ പൊടികളൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ബീട്രൂട്ടിലേക്കും ക്യാരറ്റിലേക്കും ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടും ഇട്ട് അതും അതിനകത്ത് നന്നായി ഇളക്കി വരണം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി നന്നായിട്ട് കുടിച്ച് വരണം, എന്നാലേ നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതെനിക്ക് കുറേ നാളത്തേക്ക് വെക്കാനൊന്നുമല്ല, തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ച് തണുത്തതിന് ശേഷം വേണം ഞാനത് ഓഫ് ചെയ്യുകയാണ്. വെന്തതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്ത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ അച്ചാറൊന്ന് സോഫ്റ്റായി വരുന്നത്. ഞാനൊരു 2 ദിവസം തന്നെ ഇങ്ങനെ വെച്ചിരിക്കും, അതിന് ശേഷമേ ജാറിൽ വെക്കാറുള്ളൂ. പക്ഷെ ഇതെനിക്ക് ഹോട്ടലിലേക്ക് നേരെ കൊണ്ടുപോകേണ്ടതായതുകൊണ്ട് ഒരു 5 ദിവസം കൊണ്ട്, കഷ്ടി 5 ദിവസം അത്രേ ഉള്ളൂ, അന്നേരത്തേക്ക് ഇത് തീർന്നു പോകും. നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ഒന്ന് 2 ദിവസം മൂടി വെച്ച് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വേണം ജാറിൽ ഇട്ട് വെക്കാൻ. നമ്മൾ അച്ചാറൊന്നും അപ്പം തന്നെ ജാറിലേക്ക് വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ വിനാഗിരി ഉപ്പും പിടിക്കാൻ ഒരു 2 ദിവസം എടുക്കും. അതിന് ശേഷം വേണം ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇന്നത്തെ അച്ചാറിൻ്റെ പണിയെല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.